ഹായ് ഹലോ, ഇന്നൊരു ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പോപ്കോൺ തയ്യാറാക്കണം നോക്കാം. ഒരു 2 പിടി ചിക്കന് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതില്ലാത്ത പീസാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ കുറച്ച് ഒറിഗാനും, പിന്നെ കുറച്ച് വിനാഗിരിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അരമണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് കോട്ടിങ്ങിലേക്കുള്ള ഫ്ലോറൊക്കെ തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ടൊരു 1/2 കപ്പ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനിൽ നിന്ന് ഓരോ പീസായിട്ട് ആദ്യം ഫ്ലോറിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് രണ്ടാമത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ചിക്കനിൽ ഫ്ലോറൊക്കെ കോട്ടായിട്ട് വരും കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മേൽഭാഗം നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉള്ളിലത്തെ ചിക്കന് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തതായിട്ട് നമുക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം കേട്ടോ. അതിനായിട്ട് കഴുകി വെച്ച സ്ട്രോബെറിയിൽ നിന്നൊരു 5-6 സ്ട്രോബെറി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.